ഒരു നിമിഷം ശ്രീ രമേശ് ചെന്നിത്തല, ഇപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ശ്രീ രമേശ് ചെന്നിത്തലയും ഉണ്ട് നമുക്കൊപ്പം. ഈ റിപ്പോർട്ടറിന്റെ 14ാം വാർഷികാഘോഷങ്ങളുടെ യാത്ര തുടരുകയാണ്. അതെ, റിപ്പോർട്ടറിന്റെ 14ാം വാർഷികാഘോഷ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറിൻ്റെ ഇവിടുത്തെ പ്രതിനിധി പെട്ടെന്ന് ഞാനൊരു വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ വന്ന് നിന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആ ചർച്ചയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഏതായാലും റിപ്പോർട്ടറിന് എല്ലാവിധ ആശംസകളും നേരാം എന്ന് കരുതിയാണ് വെയിറ്റ് ചെയ്തത്. വളരെ ഉഷാറായി പോകുന്നുണ്ട്. റിപ്പോർട്ടർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, നന്നാകുന്നുണ്ട്. നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള പ്രതിവാദന രീതികളും ചർച്ചകളും ഒക്കെ ആസ്വദിക്കാറുണ്ട്. ലീഗ് സൂക്ഷ്മതയോടെ ഞങ്ങൾ വീക്ഷിക്കാറുണ്ട്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഞങ്ങളുടെ മലപ്പുറത്തുനിന്നുള്ള റിപ്പോർട്ടർമാർ കൃത്യമായി ലീഗിലെ വാർത്തകൾ ആദ്യം തന്നെ നൽകാറുണ്ട്. താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. അല്ലല്ല, അതൊക്കെ ഉണ്ട്. ലീഗ് രാഷ്ട്രീയം ശ്രദ്ധിക്കാതെ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത്തവണ വളരെ ഇംപ്രസീവ് ആണല്ലോ, അല്ലേ? നല്ല 3 ലക്ഷം 2.5 ലക്ഷം ഒക്കെ വിജയിച്ച് മാത്രമല്ല ഞങ്ങളുടെ സ്വാധീന മേഖലകളൊക്കെ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതെ, നിങ്ങൾ നല്ല വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസം താങ്കളുടെ പെർഫോമൻസ് ആണല്ലോ. അതെ, നിങ്ങൾക്ക് വൻ വിജയം ലഭിച്ചു. വലിയ ഭൂരിപക്ഷത്തിന്റെ, ഇതുവരെയില്ലാത്ത ഭൂരിപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഓരോ ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിലുമുണ്ട്. UDF-നാകെ തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ വിജയം നേടുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്നാണ്. അത് ആ തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് CPM ആയാലും സർക്കാർ ആയാലും പോയിട്ടുള്ളത് പാണക്കാട് തങ്ങൾ ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിന് മറുപടിയായിട്ടാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ കാരണം? ഈ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് CPM-നെതിരെയുള്ള ഒരു ആക്ഷേപമായിരുന്നു. അതുകൊണ്ട് CPM-ന് ഗുണം ഉണ്ടായില്ല എന്നും ഈഴവ വോട്ടുകൾ CPM-ന് നഷ്ടപ്പെട്ടു എന്നുമുള്ള ഒരു വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ ലീഗിനെ വിമർശിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് CPM കരുതുകയാണ്. അതിനൊരു ശക്തമായ മറുപടി, ഒരു പ്രതികരണം പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് കേട്ടില്ല. ഞങ്ങളുടെ അജണ്ട ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ അതാത് സമയത്ത് ഇത്രയും നല്ല വിജയവും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ എവിടെയോ ഉള്ള പല പ്രശ്നങ്ങൾ പെറുക്കിയെടുത്ത് കൊടുന്ന് ഈ വിജയത്തിൻ്റെ ജയപരാജയങ്ങളുടെ കാരണമൊക്കെ അതാണ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യപ്പെടുന്ന അജണ്ടകളുടെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. കാരണം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിന് എതിരായിട്ട് ഉണ്ടായ ഒരു ജനവിധി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി ഉണ്ടായ ജനവിധി, അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഓരോന്നും നമ്മൾ പാർട്ടി ചർച്ച ചെയ്ത് വിശകലനം ചെയ്താണ് അതെന്താണെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ അവിടുന്ന് ഒരു പ്രസ്താവന ഉണ്ടായി, ഇവിടുന്ന് ഒരു പ്രസ്താവന ഉണ്ടായി, അതുപോലെ തന്നെ അവിടെ മുഖം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലല്ല ഞങ്ങളതിനെ വിലയിരുത്തുന്നത്. ഞങ്ങൾ വിലയിരുത്തുന്ന ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ നമ്മുടെ ജനാധിപത്യ പാരമ്പര്യങ്ങൾക്കൊന്നും നിരക്കാത്തൊരു പോക്കായിരുന്നു. അത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ് ഉറച്ച പ്രതിപക്ഷത്തിനെ ഉണ്ടാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ മോശം ഒരു മിനിറ്റ് എൻ്റെ വാക്ക് കംപ്ലീറ്റ് ചെയ്തു. കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ മോശപ്പെട്ട പെർഫോമൻസ്, അതിന് എതിരായി ഉള്ള ശക്തമായ വികാരം, ഇത് രണ്ടുമാണ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. അല്ലാതെ ഓരോ ആളുകളും സമുദായവൽക്കരിച്ച് പറയുന്ന രീതിയൊന്നും അല്ല. ഞങ്ങളതിനെ അങ്ങനെയാണ് കാണുന്നത്. ചർച്ചകളൊക്കെ കാണുന്നുണ്ട്, അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് വിടുക എന്നല്ലാതെ ഞങ്ങൾക്ക് അത്തരം ബാലിശമായ 1-2 കാര്യങ്ങളുടെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് ജയപരാജയം എന്നുള്ള അഭിപ്രായം അല്ല ഉള്ളത്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, നമുക്കൊപ്പം ശ്രീ രമേശ് ചെന്നിത്തല കൂടിയുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ രസതന്ത്രം വളരെ കൗതുകകരമാണ്. നിങ്ങൾ തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. എത്രയോ കാലത്തെ ഞങ്ങളുടെ രസതന്ത്രം നല്ലവണ്ണം ഇഴുകി ചേർന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി അങ്ങനെ തന്നെ ഉറച്ച് മുന്നേറുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ളത് കൊണ്ട് പോവേണ്ടി വന്നിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരവസരത്തിൽ തുടർന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ രമേശ് ചെന്നിത്തലയോടൊപ്പം ഇരുന്ന് ഒരു ഡിബേറ്റിന് താല്പര്യമുണ്ട്. പിന്നീടാവാം. ഓക്കെ, താങ്ക് യു.